റിയൽമി ഈ വർഷം ആരംഭിച്ചിട്ട് പുറത്തിറക്കുന്ന നാലാമത്തെ സ്മാർട്ട് ഫോൺ റിയൽമി 9 പ്രോ. നമുക്ക് പരിശോധിക്കാം റിയൽമി 9 പ്രോ എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. റിയൽമി 9 സീരീസിൽ ഇപ്പോൾ മൂന്നാമത്തെ സ്മാർട്ട് ഫോണാണ് 9 പ്രോയിലൂടെ പുറത്തിറക്കുന്നത്. നേരത്തെ റിയൽമി 9i പുറത്തിറക്കി, പിന്നീട് റിയൽമി 9 പ്രോ പ്ലസ് പുറത്തിറക്കി, പിന്നീട് അതിനുശേഷം ഇപ്പോൾ 9 സീരീസിലെ മൂന്നാമത്തെ ഫോണാണ് റിയൽമി 9 പ്രോ. ഓർക്കുക, ഇതിനകത്ത് റിയൽമി 9i അത് 4G സ്മാർട്ട് ഫോണായിരുന്നു. ഇവിടെ 9 പ്രോ പ്ലസും റിയൽമി 9 പ്രോയും 5G സ്മാർട്ട് ഫോണാണ്. ഇതിനകത്ത് 9iയും 9 പ്രോ പ്ലസും നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. റിയൽമിയുടെ ഏത് ഫോൺ പുറത്തിറക്കിയാലും നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഭാഗ്യം എന്തായാലും ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്. എനിവേ, നമ്മളിന്ന് പരിശോധിക്കുന്ന റിയൽമി 9 പ്രോയുടെ വിശേഷങ്ങളാണ്. ഓർക്കുക, ഇതും ഒരു 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിയൽമി 9 പ്രോയുടെ ഡീറ്റെയിൽസ് പറയും. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് റിയൽമി 9 പ്രോ പ്ലസുമായിട്ടുള്ള വ്യത്യാസങ്ങളെന്നും ഒരു ഒറ്റ നോട്ടത്തിലൊന്നും പറയാം. അപ്പോൾ ഈ ഒരു റിയൽമി 9 പ്രോ പ്ലസിൻ്റെ കാര്യം ആദ്യം ഒന്ന് പറഞ്ഞാൽ, 25,000 രൂപയിൽ താഴെ വാങ്ങുന്ന മികച്ചൊരു സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ റിയൽമി 9 പ്രോ പ്ലസ്. കാരണം ഇതിൻ്റെ ക്യാമറയൊക്കെ 9 പ്രോ പ്ലസിൻ്റെ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. മികച്ച ക്യാമറയാണ്. റിയൽമി പോലും ഗൂഗിളിൻ്റെ പിക്സൽ 6നോടൊപ്പമാണ് അതിൻ്റെ ക്യാമറ കമ്പാരിസൺ ചെയ്യുന്നത്. ഏത് 9 പ്രോ പ്ലസ്. നമ്മൾ പരിശോധിക്കുന്നു 9 പ്രോ. ബോക്സ് ഒക്കെ കണ്ടാൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു പ്ലസ് ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ്. എനിവേ, ഇവിടെ 9 പ്രോ എന്ന് എഴുതിയിട്ട് റിയൽമി എന്ന് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പരിശോധിക്കുന്ന കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് സൺറൈസ് ബ്ലൂ ആണ്. അതുപോലെ 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. യെസ്, ഒരു മഞ്ഞ ബോക്സ് ഇതിനകത്തുണ്ട്. ഇവിടെ എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. ആ ഒരു ബോക്സിനകത്ത് സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, ഒരു ചെറിയ ഗ്രേഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്. ഇതേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വേറെ ഉള്ളത് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്നു. കൂടാതെ ചാർജിങ്ങിനായിട്ടൊരു ടൈപ്പ് സി കേബിൾ. അപ്പോൾ ദേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ. അത് പുറത്തേക്ക് എടുക്കാം. യെസ്, 9 പ്രോ പ്ലസിൻ്റെയൊക്കെ സെയിം ബാക്ക് അല്ലേ? കാഴ്ചയ്ക്ക് ഏകദേശം രണ്ടും ഐഡൻറ്റിക്കലായിട്ട് തോന്നുന്നു. ഓക്കെ, സെയിം. ഇവിടെ എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് 9 പ്രോയും വലത് കയ്യിലിരിക്കുന്നത് 9 പ്രോ പ്ലസും ആണ്. കാഴ്ചയ്ക്ക് നേരത്തെ പറഞ്ഞാൽ രണ്ടും ഡിറ്റോ പോലെ തോന്നും. പക്ഷേ ഒരു സൈസിനകത്ത് ഒരു ചെറിയ വലിപ്പ കൂടുതൽ ഇവിടെ 9 പ്രോയ്ക്കാണുള്ളത്. 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ. ഇവിടെ വന്നിട്ട് 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഒരു സൈസിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് മാത്രമല്ല രണ്ടിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ആ ഒരു ഗ്ലിറ്ററിങ് ഫീൽ നമുക്ക് ഇതിനകത്ത് എൻ്റെ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 9 പ്രോ പ്ലസിലേതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ വെയിലത്ത് ഒരു അല്പനേരം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബ്ലൂ കളർ മാറി ഒരു റെഡിഷ് ടോണിലേക്ക് മാറുന്നതായിട്ട് കാണാം. 8.5 mm തിക്നെസ് ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് 195 ഗ്രാമാണ് ഭാരം. വലിയ ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഓക്കെ, അണ്ടർ 200 ഗ്രാം വെയിറ്റ് ആണ്. ഡീസൻറ്റ് വെയിറ്റ്. ഫോണിൻ്റെ വലത് സൈഡിലാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടത് സൈഡിൽ വോളിയം റോക്കേഴ്സും സിം ട്രേയും. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും. നേരത്തെ പറഞ്ഞതുപോലെ 6.6 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഇതുപോലെ 120 ഹെഡ്സിന്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ 240 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സമ്മാനിക്കും. അപ്പോൾ 9 പ്രോയിൽ വന്നിട്ട് LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്, എന്നാൽ 9 പ്രോ പ്ലസിൽ വന്നിട്ട് LED ഡിസ്പ്ലേ വിത്ത് 90 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്. ഇതാണ് സ്ക്രീനിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് റിയൽമിയുടെ യൂസർ ഇന്റർഫേസിന്റെ ലേറ്റസ്റ്റ് വെർഷൻ റിയൽമി UI 3 ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ, അതായത് ആൻഡ്രോയിഡ് 12 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇന്ന് വരുന്ന പല ഫോണുകളും ഇപ്പോഴും ആൻഡ്രോയിഡ് 11 വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു നേട്ടം എന്ന് പറയേണ്ടത്. ഈ ഒരു ആൻഡ്രോയിഡ് 12 നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും നമുക്ക് മിനിമം ആൻഡ്രോയിഡ് 13-ൻ്റെയും ആൻഡ്രോയിഡ് 14-ൻ്റെയും അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. മേജർ 2 അപ്ഡേറ്റ്സ് ആണ് സാധാരണ ഇത്തരം സ്മാർട്ട് ഫോണുകൾ ലഭിക്കുക. അതേസമയത്ത് ആൻഡ്രോയിഡ് 11 വന്നാൽ നമുക്ക് ആൻഡ്രോയിഡ് 13 വരെ ഇതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുമായിരുന്നുള്ളൂ. ഞാൻ നേരത്തെയുള്ള റിയൽമി ഫോണുകളുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു റിയൽമി UI 3യിലേക്കും ആൻഡ്രോയിഡ് 12ലേക്കും
ഒക്കെ ഉള്ളൊരു അപ്ഡേറ്റ് വന്നതുകൊണ്ടായിരിക്കണം റിയൽമിയുടെ ആ ഒരു യൂസർ ഇൻ്റർഫേസ് കുറച്ച് ക്ലീൻ ആയെന്ന് വേണം പറയാൻ. ഏകദേശം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെയൊക്കെ ഒരു ലുക്ക് നമുക്കിവിടെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. എന്നിരുന്നാലും നിരവധി അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട് വേസ് അല്ലെങ്കിൽ നിരവധി അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഉദാഹരണത്തിന് മോജ്, ജോഷ്, ഷെയർ ചാറ്റ്, അതുപോലെ സ്നാപ്പ് ചാറ്റ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാളായി വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും വൈഫൈ കോളിംഗിൻ്റെ ഒക്കെ സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ 695 എന്ന 5G പ്രോസറാണ്. മാത്രമല്ല ഇതിനകത്ത് റാം വന്നിട്ട് 6GB 8GB എന്നീ 2 വേരിയന്റിൽ ലഭ്യമാണ്. ഇന്റേണൽ മെമ്മറി വന്നിട്ട് 128GB ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ 8GB നമുക്ക് 10GB ആയിട്ടും 11GB ആയിട്ടും 13GB ആയിട്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധ്യമാണ്. ഈ ഒരു 2022 തന്നെ സ്നാപ്ഡ്രാഗന്റെ 695 എന്ന് പറയുന്ന പ്രോസറുമായിട്ട് വരുന്ന മറ്റ് 2 ഫോണുകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതായത് വിവോയുടെ T1 5G എന്ന സ്മാർട്ട് ഫോണും മോട്ടോറോളയുടെ മോട്ടോ G71 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും. അപ്പോൾ ഈ ഒരു 695 എന്ന് പറയുന്ന പ്രോസസ്സർ ആ 6 സീരീസ് പ്രോസസ്സർ ആണെന്ന് കരുതരുത്. ഇതൊരു 695 എന്ന് പേര് കൊടുത്തിരിക്കുന്നെങ്കിലും ഒരു 7 സീരീസ് പ്രോസസ്സറുകളുടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മികച്ച ഒരു 5G പ്രോസസ്സർ തന്നെയാണ്. ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോറും നമ്മെ കാട്ടിത്തരുന്നുണ്ട്. ഏകദേശം 4 ലക്ഷത്തിലധികമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോർ. അതുപോലെ ഈ ഒരു ഫോണിന്റെ റാം വന്നിട്ട് LPDDR4X ഫയൽ സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 ഫോണിന്റെ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. പ്രൈമറി ക്യാമറ ആയിട്ട് 64 മെഗാ പിക്സലിന്റെ ഒരു സെൻസറും, സെക്കൻഡറി ക്യാമറ ആയിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, ടേർഷറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ 9 Pro പ്ലസിലും 9 Proയിലും തമ്മിൽ ക്യാമറയിൽ ഇതുപോലെ ബാക്കിൽ 2-ലും 3 ക്യാമറകൾ വീതമാണുള്ളത്. പക്ഷേ 9 Pro പ്ലസിൽ 50:8:2, ഇത് 64:8:2 ഇങ്ങനെ ഉള്ള ഒരു വ്യത്യാസം മാത്രമാണ്. അതായത് പ്രൈമറി സെൻസർ 9 Proയിൽ 64 MBയും ഇതിനകത്ത് 50 MBയുമാണ്. പക്ഷേ ആ ഒരു 50 MB 9 Pro പ്ലസിലെ 50 MB സെൻസർ എന്ന് പറയുന്നത് സോണി IMX766 എന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിലൊക്കെ വെക്കുന്ന തരം ക്യാമറ സെൻസറാണ്. അപ്പോൾ ഇതിനകത്ത് 64 ഉണ്ട്, മറ്റതിൽ 50 എന്ന് കുറച്ചൊന്നും കാണണ്ട. ഇതിനകത്തെ ഫോട്ടോ സാമ്പിളുകൾ നമുക്കിപ്പോൾ കാണാം. സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാനായിട്ട് ഇത്തരത്തിൽ സൈഡ് പഞ്ച് ഹോളായിട്ട് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇന്ന് വരുന്ന 98% സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു 16 മെഗാ പിക്സലിൻ്റെ സെൻസർ തന്നെയാണ് കൊടുക്കുന്നത്. അതിവിടെയും വ്യത്യാസങ്ങളൊന്നുമില്ല. 5000 mAh ബാറ്ററിയാണ് ഫോണിനകത്ത് കരുത്ത് പകരുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. സൺറൈസ് ബ്ലൂ, അറോറ ഗ്രീൻ, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ 3 നിറങ്ങൾ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മളിവിടെ ഇന്ന് പരിശോധിക്കുന്നത് സൺറൈസ് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കളർ വേരിയൻ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും മികച്ച കളർ എന്ന് പറയേണ്ടി വരും. കാരണം ഇതാണ് കുറച്ച് നേരം വെയിലൊക്കെ പിടിക്കുമ്പോൾ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആകുന്നത്. അപ്പോൾ ഈ 2 ഫോണുകളുടെയും ഒരു കമ്പാരിസൺ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അതായത് 9 Pro പ്ലസും അതുപോലെ 9 Proയും. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടും 5G സ്മാർട്ട് ഫോൺ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. 9 Pro പ്ലസിനകത്ത് മീഡിയടെക്കിൻ്റെ 920 എന്ന പ്രോസറാണ് വരുന്നത്. ഇവിടെ 9 Proയിൽ സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറയുന്ന പ്രോസറാണ് വരുന്നത്. അപ്പം ആ പ്രോസസർ വൈസ് പെർഫോമൻസ് കൂടുതൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ Pro പ്ലസിലാണ്. അതിൻ്റെ AnTuTu സ്കോർ വന്നിട്ട് ഏകദേശം 5 ലക്ഷത്തിലധികം വരും. ഇവിടെ പ്രോയുടെ കേസിൽ അതൊരു 4 ലക്ഷത്തിലധികം AnTuTu സ്കോർ ആണ് വരുന്നത്. റാം ഒക്കെ ബേസ് വേരിയൻ്റ് എല്ലാം സെയിം തന്നെയാണ്. മറ്റു കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടും വ്യത്യാസമില്ല. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്പ്ലേയിലാണ്. പ്രോ പ്ലസിൽ LED ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുമ്പോൾ പ്രോയിൽ അത് LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വന്നത്. ക്യാമറ നേരത്തെ പറഞ്ഞതുപോലെ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ പ്രോ പ്ലസിൽ വരുമ്പോൾ 64 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറാണ് പ്രോയിൽ വരുന്നത്. പക്ഷേ ക്യാമറ കുറച്ചുകൂടി ബെറ്റർ അത് പ്രോ പ്ലസിൽ തന്നെയാണ്. പിന്നെ ബാറ്ററി സൈഡിലുമുണ്ട് കുറച്ച് വ്യത്യാസം. 5000 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ പ്രോയിൽ നൽകിയിരിക്കുമ്പോൾ 4500 mAh ബാറ്ററി വിത്ത് 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് പ്രോ പ്ലസിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി mAh 500 കുറച്ച് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് 30-നോളം കൂട്ടി. അതാണ് പ്രോ പ്ലസിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും ഈ 2 സ്മാർട്ട് ഫോണുകളിൽ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ LED ഡിസ്പ്ലേ ഒക്കെ വേണ്ടുന്നവർക്ക് തീർച്ചയായിട്ടും പ്രോ പ്ലസ് എടുക്കാം. പക്ഷേ അതിൻ്റെ ഒരു ബേസ് വേരിയൻ്റെ പ്രൈസ് തന്നെ 25,000-ന് അടുത്താവും. പക്ഷേ ഇവിടെ 9 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അഥവാ 6GB 128ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,999 രൂപയും ഹയർ വേരിയൻ്റ് 8GB 128ൻ്റെ വില 20,999 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ എടുക്കുക
എടുക്കാം 6GB 128, അവിടെ 5G സ്മാർട്ട് ഫോൺ അല്ലേ, ഈ ഒരു സ്നാപ്ഡ്രാഗൺ 695ൻ്റെ പ്രോസറുമായിട്ട് വരുന്ന ഒരു മികച്ച പ്രൈസിങ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് 17,999 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും മത്സരിക്കേണ്ടി വരുന്നത് വിവോയുടെ നേരത്തെ പറഞ്ഞ പോലെ വിവോ T1 എന്ന മോഡലും അതുപോലെ മോട്ടറോളയുടെ G71 എന്ന് പറയുന്ന മോഡലുമായിട്ടാണ്. കാരണം ഇവ രണ്ടിനും ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന സെയിം പ്രോസസർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു 20,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണായിട്ട് ഈ പറഞ്ഞ റിയൽമി 9 Pro മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്.